അപ്പം ഞാനും എൻ്റെ ഫാമിലിയും കൂടെ കഴിഞ്ഞ മുന്നത്തെയാണോ എന്നറിയില്ല, ഏതോ ഒരു സൺഡേ അപ്പം ഞങ്ങൾ ഔട്ടിങ്ങിന് വന്നതാണ്. ഷോപ്പിൽ പോകണം, ഫിലിം കാണണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എത്തുന്ന ടൈം ആകുമ്പോഴത്തേന് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അപ്പോൾ അന്ന് പോയിട്ട് എനിക്ക് അതിന് ശേഷം വയ്യാണ്ടായി തുടങ്ങിയതാണ്. ഇതുവരെ മാറിയിട്ടില്ല, നല്ല കോൾഡാണ്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകാൻ വേണ്ടി വന്നതാണ് ഞാൻ വേണ്ടിയിട്ട്. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു, കുറച്ച് ടൈം എടുത്തിട്ടോ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുവരെ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സുമ്മലൊക്കെ തിരിപ്പിടിച്ചിട്ടിരുന്നു. അപ്പോഴത്തേനും അവിടുത്തെ വെയിറ്റർ ചേട്ടൻ ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ്. ഞാൻ പിന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഫ്രൈഡ് റൈസാണ് കഴിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ഞാൻ അത് കഴിക്കാം. പിന്നെ മറ്റുള്ളവർ ഓർഡർ ചെയ്തത് മീൽസ്. എൻ്റെ ഉണ്ണി ഒരാൾ മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ ആൻറ്റിയും ഉമ്മച്ചിയും കൂടെ മീൽസ് തന്നെ ഓർഡർ ചെയ്തിട്ട്, മറ്റുണ്ണി അവൾ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ വന്നു, വിളമ്പി തന്നു. എനിക്ക് മീൽസൊക്കെ ഇഷ്ടം, പക്ഷേ ഇന്ന് കഴിക്കാൻ എനിക്ക് മൂടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അപ്പോൾ ഇതാണ് ഉണ്ണി ഓർഡർ ചെയ്ത ചട്ടിച്ചോറ്. ഇതിൽ അത്യാവശ്യം നോൺ വെജും വെജും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് ചട്ടിയല്ലായിരുന്നു, ഒരു ചട്ടി പോലത്തെ പ്ലേറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഫുഡ് വന്നു. ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. സൈഡായിട്ട് ഉമ്മച്ചി ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ബീഫ് റോസ്റ്റ് ഇഷ്ടമല്ല, ഡ്രൈ ബീഫാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് പായസം ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മക്ക് സദ്യയിലുണ്ടായിരുന്ന പായസം ഞാൻ എടുത്തു. ഉമ്മ അങ്ങനെ മിൽക്ക് ഒഴിച്ചിട്ടുള്ളതൊന്നും കഴിക്കില്ല. പിന്നെ ഞാൻ ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, എന്നാലും വലിയ ഇഷ്ടമായില്ല. പിന്നെ അവരൊക്കെ ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് ടേസ്റ്റ് ചെയ്യാൻ നോക്കില്ല, ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് പോകണ കാരണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞങ്ങൾ നേരെ ശോഭയിലോട്ട് വന്നു. അങ്ങനെ ഇവിടെ എത്തിയിട്ട് കുറച്ചൊക്കെ നടക്കണം. എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ അലഞ്ഞ് തിരിയൽ വലിയ ഇഷ്ടമല്ല. അപ്പോഴത്തേനും എൻ്റെ ഫാമിലിയൊക്കെ പ്രയറിന് പോയി. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ നടന്നിട്ട് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു, ഒറ്റയ്ക്ക് നടന്ന്. പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ നടന്നിങ്ങനെ കാണാൻ നോക്കി. മുമ്പ് വന്നിട്ടുള്ളതാണ്, എന്തെങ്കിലും കൂടെ വീണ്ടും വീണ്ടും കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ കടന്ന് വന്നു. പിന്നെ ഗെയിം കളിക്കുന്ന പിള്ളേരുടെ സെക്ഷനിലോട്ട് വന്ന്. ഇവിടെ 2 ആൾ നിന്നിട്ട് വെള്ളമിറക്കിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ പോയിട്ട് ഗെയിമൊന്നും കളിച്ചിട്ടില്ല, എന്തെങ്കിലും കൂടെ അവിടെ ഇവിടെ ഇങ്ങനെ നോക്കി. എനിക്കത് കാണാൻ ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ വേണ്ട. പിന്നെ ഫിലിമിന് കയറാൻ നോക്കി. അപ്പോൾ ബാഗൊക്കെ നോക്കിയപ്പോൾ അതിൽ പെർഫ്യൂം ഉണ്ടായിരുന്നു. ആ പെർഫ്യൂം അവരെന്നെ മേടിച്ച് വെച്ചു. ഞാൻ കാണാൻ വന്ന മൂവി സൂക്ഷ്മദർശിനിയായിരുന്നു. അതിന് മുന്നേ തന്നെ ഇതിൽ വേറെ എന്തൊക്കെയോ വന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി കാർട്ടൂണാണോ അറിയാണ്ട് വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്ന് കൺഫ്യൂസ്ഡായി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫിലിം വരിക. കുറേ നേരം ഇരുന്നു, ഭയങ്കര ഏടായിരുന്നു കേട്ടോ. എനിക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതങ്ങനെയാണെന്ന്. നമ്മൾ ബുക്ക് ചെയ്തിട്ടായിരുന്നത് സെൻറ്റർ സീറ്റായിരുന്നു. പക്ഷെ നമുക്ക് ആകെ എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കേണ്ടി വന്നു. ഇൻ്റർവെല്ലാവുന്നവരെ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ടിരുന്നതാണ്, കാരണം പെടലിയൊക്കെ ഉളുക്കി തുടങ്ങി, ഛർദ്ദിക്കാൻ വന്നൊക്കെ തുടങ്ങി. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. എന്നിട്ട് എന്തോ ഞാൻ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുത്തില്ല. ഡയറി മിൽക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഫിലിം കണ്ട് കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. പടം കുഴപ്പമില്ല, അടിപൊളി പടമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. യൂഷ്വലി ഞാനിങ്ങനെ ഫിലിമിന് വന്നിട്ട് ഇങ്ങനെ പടം ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ എനിക്ക് ഈ പടമൊക്കെ ഭയങ്കര ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ പെർഫ്യൂം എടുക്കാൻ വെറുതില്ല, എൻ്റെ മേടിച്ച് വെച്ച സാധനം ഇതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതും ഞാൻ മേടിച്ച് വെച്ചു. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ടീ കുടിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ ചായ ഓർഡർ ചെയ്തു. ഞാൻ ചായ ടേസ്റ്റ് നോക്കാം, എനിക്ക് ചായ വലിയ ഇഷ്ടമല്ല, എന്നെങ്കിലും ഇവിടുത്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. പിന്നെ ബ്രൗണിയും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റിൽ എന്തോ മുകളിൽ ക്രീമല്ല ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുള്ള അങ്ങനത്തെ എന്തോ ഒരു സാധനം, കറക്റ്റ് പേര് ഡെസേർട്ടാണ്. അത് കഴിച്ചു, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ബ്രൗണി കുറച്ച് ഉണങ്ങിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാൻ വന്നത് ഈ സ്പൈറൽ പൊട്ടറ്റോ ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ ഷെസ്വാൻ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഷെസ്വാൻ അങ്ങനെ തന്നെയല്ലേ പറയുക, അതന്നെയും തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് മേടിച്ചു. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കണ്ട ഈ സാധനം. അപ്പോൾ എനിക്ക് വലിയ പൈസ ഇല്ലെങ്കിൽ കൂടെ എന്നാൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ കഴിച്ചു, എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല, ക്രിസ്പി ഒന്നല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ അവർ വീണ്ടും പ്രയറിന് പോയി. പിന്നെ വീണ്ടും അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ, ടാറ്റാ.